എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 ഈ വർഷം സെപ്റ്റംബറിൽ നടത്തുമോ അതോ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ മാസത്തിൽ നടത്തുമോ അതോ മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമാണോ എങ്ങനെയാണെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനമാണ് ഈ വർഷം വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചാനലാണ്. നിങ്ങൾക്ക് +2 കാലഘട്ടത്തിൽ നിരവധി അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 ഈ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തുമോ? അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അത് +1 റിസൾട്ട് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്, എന്നാണ് അധ്യാപകരിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്തായാലും ഉണ്ടാകും, അത് ഉറപ്പാണ്. +1 3 വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടുന്നത്. അതെന്തായാലും എക്സാം ഉണ്ടാകും. പക്ഷേ എക്സാം ഉണ്ടായപ്പോഴല്ലോ വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണെന്ന് അറിയാണല്ലോ. വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്നതാണ്, ഇപ്പോഴേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തുമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാമല്ലോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തുമോ അതോ മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമാണോ നടത്തുന്നതെന്ന് വിദ്യാർത്ഥികളുടെ സംശയമാണിത്. അപ്പോൾ നമുക്കത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പെടുത്ത തീരുമാനം ഇതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷം മുതൽ, അത് കഴിഞ്ഞ വർഷം എന്ന് പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വർഷമാണ് തീരുമാനം ഇറക്കിയതെന്ന് വിദ്യാർത്ഥികൾ വിചാരിച്ചോ, ഈ വർഷം മുതൽ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമാണ് നടത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. ഞാൻ കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചത് ഈ വർഷം ഇറക്കിയ പോലെ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാനത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ഈ വർഷം ഇറക്കിയതെന്ന് വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ മതി. പക്ഷേ ഇത് കഴിഞ്ഞ വർഷമാണ് ഇറക്കിയത്. അപ്പം അങ്ങനെ ഒരു ഉത്തരവാണ് ഇറക്കിയത്. അത് ഈ വർഷം മുതൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, അത് +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പം ആയിരിക്കും. പക്ഷേ അന്നത് നടപ്പിലാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചില്ല. കാരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന്, അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒക്കെ പരാതികൾ ഉയർന്നു. കാരണം പബ്ലിക് എക്സാമിനൊപ്പം നടത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കത് ബുദ്ധിമുട്ടാണ്. അവർ +2 പബ്ലിക് എക്സാമിനൊപ്പം പഠിക്കേണ്ട അതേ സമയത്ത് തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കണം. അത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നിങ്ങനെ നിരവധി പരാതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്തു, ഈ വർഷവും കൂടി എന്ത് ചെയ്തു, അത് ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഉദ്ദേശിക്കുന്നത്, സെപ്റ്റംബറിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ തിരിച്ചു കൊണ്ടുവന്നു. അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യാം, അടുത്ത വർഷം ഉദ്ദേശിച്ചത് ഈ വർഷം മുതൽ എന്ത് ചെയ്യാം, മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പം നടത്താം. അങ്ങനെ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ വർഷം നടപ്പാക്കിയത്. ഈ വർഷം എങ്ങനെയാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അത് നിലവിലെ തീരുമാനപ്രകാരം മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമാണ് നിലവിലുള്ള തീരുമാനപ്രകാരം. അത് മാറി വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ വർഷവും അത് മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിന് പറയാൻ കാരണമെന്ന് നമ്മൾ പറയുന്നത്, വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഇത്തവണയും പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളെ പോലെ തന്നെയാണല്ലോ ഈ വർഷത്തെ വിദ്യാർത്ഥികളും. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേക തലയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരൊക്കെ തന്നെയല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം 2 കാര്യങ്ങൾ ഇപ്പോൾ ഒരേ സമയത്ത് ഇപ്പം പഠിക്കാൻ പറ്റില്ല. ഒരേപോലെ ഒരു സമയത്ത് ഇപ്പോൾ 2 കാര്യം ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ പോലെ എന്താണ്, +2 പബ്ലിക് എക്സാമോ അഭിമുഖീകരിക്കേണ്ട അതേ സമയത്ത് തന്നെ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് പറ്റില്ല. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ നിയമം എന്ത് ചെയ്യണം, ഒന്നും കൂടെ ആലോചിക്കണം. എന്നിട്ട് കഴിഞ്ഞ വർഷം എന്നിട്ട് നിലവിൽ നടത്തുന്ന പോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തന്നെ നടത്തണമെന്നൊരു ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ, അത് വിദ്യാർത്ഥികൾ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ആ നിയമത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ വർഷം കേരളത്തിൽ അത് നടന്നതാണ്. കഴിഞ്ഞ വർഷം തൊട്ടേ എന്ത് ചെയ്തത്, മാർച്ചിൽ കൊണ്ടുവന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് മാർച്ചിൽ നടത്താൻ പറ്റിയില്ല. കാരണം എന്താണ്, അന്ന് പരാതികൾ ഉയർന്നു, വിദ്യാർത്ഥികൾക്കത് ബുദ്ധിമുട്ടാകുന്നു ഉയർന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു സെപ്റ്റംബറിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സെപ്റ്റംബറിൽ നടത്തി. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ അന്ന് എന്തോ കാരണം വെച്ച് എന്ത് ചെയ്തു, ഒക്ടോബറിലേക്ക് നീണ്ടുപോയി. എന്ത് ചെയ്തു, ഡിലേ വന്നു. അതുകൊണ്ട് ഒക്ടോബറിൽ നടത്തി. അതിൽ ഒക്ടോബറിൽ എന്ത് ചെയ്തു, പരീക്ഷ നടത്തിയതായാലും. ഈ വർഷവും എങ്ങനെയാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം അത്രേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.